നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന നിരീക്ഷണമാണിനി. കാണാം വിധിന്യായം. കോടതി മുറിയിൽ കേസ് നടപടികൾ നടക്കുമ്പോൾ ന്യായാധിപൻ ഓപ്പൺ കോടതിയിൽ നടത്തുന്ന ചില പരാമർശങ്ങൾ വിധിന്യായം പോലെ തന്നെ സുപ്രധാനമാണ്. പ്രത്യേകിച്ചും സുപ്രീം കോടതിയാകുമ്പോൾ അവരുടെ ആ നേരത്തെ അഭിപ്രായങ്ങളിൽ അല്ലെങ്കിൽ വിമർശനങ്ങളിൽ ആ കേസിൻ്റെ ഗതിയെ മാറ്റിമറിക്കാൻ പോന്ന നിയമവ്യാഖ്യാനം അടങ്ങിയിരിക്കും എന്നതാണ് വസ്തുത. ഇരുഭാഗത്തു നിന്നും സത്യം ചികഞ്ഞെടുക്കാനുള്ള ഒരു മാർഗം എന്ന നിലയിലും അഭിഭാഷകരെ പ്രകോപിപ്പിക്കാനും ചില ന്യായാധിപന്മാർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതും സ്വാഭാവികമാണ്. സുപ്രീം കോടതിയിൽ അടുത്തിടെ അത്തരത്തിലൊരു സുപ്രധാന നിരീക്ഷണം നടന്നു. ഇന്ത്യയിൽ അപകീർത്തിപ്പെടുത്തൽ എന്നത്, അതായത് ഡിഫമേഷൻ, ഒരു ക്രിമിനൽ കുറ്റമല്ലാതാക്കാൻ സമയമായി എന്നതായിരുന്നു കോടതിയുടെ നിരീക്ഷണം. നിലവിൽ തെളിയിക്കപ്പെട്ടാൽ അത് കുറ്റകരമാണ്. ദി വയർ എന്ന ഓൺലൈൻ പോർട്ടൽ ഡൽഹി JNUവിലെ ഒരു പ്രൊഫസർ ലേഖനമെഴുതി. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി വിഘടനവാദത്തിൻ്റെയും ഭീകരതയുടെയും കേന്ദ്രം എന്ന തലക്കെട്ടിലുള്ള 200 പേജുള്ള വിവാദപരമായ ഒരു രേഖ തയ്യാറാക്കിയതിൽ അവിടുത്തെ ഒരു പ്രൊഫസർ അമിതാ സിംഗിന് പങ്കുണ്ട് എന്നായിരുന്നു ആ ലേഖനത്തിൽ ആരോപിച്ചിരുന്നത്. സിംഗ് ദി വയറിനെതിരെ കോടതിയിലെത്തി. ജസ്റ്റിസ് MM സുന്ദരേശാണ് ഇതെല്ലാം, അതായത് ഈ അപകീർത്തിപ്പെടുത്തൽ ക്രിമിനൽ കുറ്റമല്ലാതാക്കാൻ സമയമായി എന്ന് ഞാൻ കരുതുന്നു എന്ന വാചകം ഉപയോഗിച്ചത്. ദി വയറിനു വേണ്ടി ഹാജരായത് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലായിരുന്നു. കോടതിയുടെ ഈ അഭിപ്രായത്തോട് അദ്ദേഹവും യോജിച്ചു. മാത്രമല്ല, ഈ വിഷയത്തിൽ നിയമപരമായ പരിഷ്കരണങ്ങൾ ആവശ്യമാണെന്നും താൻ അതിനായി ശ്രമിക്കുമെന്നും കപിൽ സിബൽ കോടതിയിൽ തുറന്നടിച്ചു. JNU പ്രൊഫസർ അമിതാ സിംഗ് സമർപ്പിച്ച മാനനഷ്ട കേസിൽ ദി വയറിനയച്ച സമൻസ് ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ജസ്റ്റിസ് MM സുന്ദരേശും ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങിയ ബെഞ്ചാണ് ഈ പരാമർശം നടത്തിയത്. അപ്പോൾ ഈ കേസിനെതിരെ ദി വയർ ഉൾപ്പെടുന്ന ഒരു സംഘടന കൂടി ഇപ്പോൾ രംഗത്തുണ്ട്. ഫൗണ്ടേഷൻ ഫോർ ഇൻഡിപെൻഡന്റ് ജേർണലിസം എന്ന സംഘടന സമർപ്പിച്ച ഹർജിയിൽ കോടതി അമിതാ സിംഗിന് പ്രത്യേക നോട്ടീസ് അയച്ചു. അപകീർത്തി എന്നത് ക്രിമിനൽ കുറ്റമായി പരിഗണിക്കരുത് എന്ന് അഭിപ്രായപ്പെട്ട കോടതി മറ്റൊരു സുപ്രധാന കമന്റ് കൂടി ഈ കേസിൽ നടത്തിയിരുന്നു. ഒരു വ്യക്തിയുടെ മാനം അല്ലെങ്കിൽ കീർത്തി എന്നതിൻ്റെ അവകാശം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം ജീവിക്കാനും അന്തസ്സിനുമുള്ള മൗലികാവകാശത്തിന് കീഴിലാണ് എന്ന നിരീക്ഷണവും കോടതി മുന്നോട്ട് വച്ചു. അതായത് ക്രിമിനൽ കുറ്റമായല്ല ഈ കേസ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഉറപ്പിക്കുകയായിരുന്നു കോടതി. കേസിൽ 2017 ഫെബ്രുവരിയിൽ ഒരു മജിസ്ട്രേറ്റ് കോടതി പോർട്ടലിന് സമൻസ് അയച്ചു. കഴിഞ്ഞ വർഷം, അതായത് 2024 സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയ ഈ കേസിലെ സമൻസ് തള്ളി. എന്നു മാത്രമല്ല, ലേഖനം ശ്രദ്ധയോടെ പരിശോധിക്കാനും സമൻസ് അയക്കുന്നതിൽ തീരുമാനം പുനഃപരിശോധിക്കാനും മജിസ്ട്രേറ്റിനോട് സുപ്രീം കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ 2025 ജനുവരിയിൽ പുതിയ പരാതി സ്വീകരിച്ച മജിസ്ട്രേറ്റ് ന്യൂസ് പോർട്ടലിനും അതിൻ്റെ പൊളിറ്റിക്കൽ എഡിറ്റർ അജോയ് ആശീർവാദിനും വീണ്ടും സമൻസ് അയച്ചു. വയർ നൽകിയ അപ്പീലിൽ 2025 മെയ് 7 ഡൽഹി ഹൈക്കോടതി ഇത് ശരിവച്ചു. എന്നാൽ ഈ കേസ് സുപ്രീം കോടതിയിലെത്തിയപ്പോൾ സ്ഥിതി ആകെ മാറി. നിലവിൽ BNS അഥവാ ഭാരതീയ ന്യായ സംഹിതയിലെ 356 വകുപ്പ് അപകീർത്തി ക്രിമിനൽ കുറ്റമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. കേസ് കേൾക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കോടതി ചോദിച്ചത് ഇത് എത്ര നാൾ നിങ്ങൾ ഇങ്ങനെ വലിച്ചിഴയ്ക്കും എന്നതായിരുന്നു. അപകീർത്തി ക്രിമിനൽ കുറ്റമായ ചുരുക്കം ചില ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. പല രാജ്യങ്ങളിലും ഇത് സിവിൽ കേസിൻ്റെ സ്വഭാവത്തിലാണ് പരിഗണിക്കുന്നത്. നേരത്തെ നിലവിലുണ്ടായിരുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം അഥവാ IPCയുടെ സെക്ഷൻ 499 തന്നെയാണ് പുതിയ BNSലെ സെക്ഷൻ 356 ആയത്.
അതിൽ കാര്യമായ മാറ്റമൊന്നും വന്നിട്ടുമില്ല. 2016 സുബ്രഹ്മണ്യം സ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന റിപ്പോർട്ടഡ് കേസിൽ ക്രിമിനൽ അപകീർത്തിയുടെ ഭരണഘടനാ സാധുത സുപ്രീം കോടതി അംഗീകരിച്ച വിധി നൽകിയിരുന്നത്. പക്ഷേ അതേ സുപ്രീം കോടതിയുടെ ഈ പുതിയ കാഴ്ചപ്പാട് വരാനിരിക്കുന്ന വലിയ മാറ്റത്തിൻ്റെ സൂചന എന്ന നിലയിലാണ് നമ്മൾ കാണേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.